പിന്നെ മുഖ്യമന്ത്രി വേറെ കാര്യം പറഞ്ഞ് വിരട്ടരുതെന്ന്. ആ രാഷ്ട്രീയം ഞങ്ങളല്ല ചെയ്യരുത്. ഇത് CPMന്റെ രാഷ്ട്രീയമാണ്. ഈ ഭീഷണിപ്പെടുത്തുക, പേടിപ്പിക്കുക, ത്രെട്ടൻ ചെയ്യുക, വിരട്ടന്റെ രാഷ്ട്രീയം ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല. ഞങ്ങൾ കൃത്യമായി ഞങ്ങളുടെ കാഴ്ചപ്പാടും ഞങ്ങളുടെ റിവ്യൂസ് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നു. വേറെ ഒന്നും ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. സ്റ്റാലിൻ വരാൻ പാടില്ല എന്ന് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന, ഞങ്ങളുടെ ഒരു ആഗ്രഹം. കാരണം കൃത്യമാണ്, ഇദ്ദേഹം സ്റ്റാലിനും ഉദയനിധി സ്റ്റാലിനും DMK പാർട്ടി ഹിന്ദുവിന്റെ എതിരെ എത്രയോ കാര്യങ്ങൾ പറഞ്ഞതല്ലേ. അപ്പൊ എന്തിനാണ് അവര് അയ്യപ്പ ഭക്തന്മാരുടെ ഒരു അയ്യപ്പ സംഘത്തിന് വിളിക്കുന്നത് ചീഫ് ഗസ്റ്റ് ആയിട്ട്? അവിടുത്തെ ഒരു സെക്രട്ടറിനെ വിളിച്ചാ പോരെ, അവിടുത്തെ ഒരു ബ്യൂറോക്രാറ്റിനെ വിളിച്ചാ പോരെ? ഇതെല്ലാം ഒരു ഇന്ത്യ മുന്നണിന്റെ രാഷ്ട്രീയം. പിന്നെ അവസാനം, രാജീവ് ചന്ദ്രശേഖറിന് കേരളത്തിനെ കുറിച്ചൊന്നും അറിയില്ല. ഓക്കെ, സമ്മതിച്ചു. ഞാൻ പിണറായി വിജയൻ പോലെ ഒരു വിദ്വാനല്ല, സമ്മതിച്ചു. പക്ഷെ അങ്ങനത്തെ ഒരു വിദ്വാനാവാൻ എനിക്കൊരു ആഗ്രഹമില്ല. കാരണം പിണറായി വിജയൻ 5.5 ലക്ഷം കോടി കടം ജനങ്ങളെ തലയിൽ വെച്ച് സൃഷ്ടിച്ചൊരു മുഖ്യമന്ത്രിയല്ലേ. രാജ്യത്തിലെ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ സൃഷ്ടിച്ചൊരു മുഖ്യമന്ത്രിയല്ലേ. വിദ്വാനാണല്ലോ. വിലക്കയറ്റം ഏറ്റവും കൂടുതൽ രാജ്യത്തിൽ എവിടെ? നമ്മുടെ സംസ്ഥാനത്തിലല്ലേ. ഇതെല്ലാം ചെയ്യുമ്പോൾ അതിന്റെ ഒപ്പം വിശ്വാസിയല്ല, ദേവവിശ്വാസിയല്ല. എന്നിട്ടും ശബരിമലയെ കുറിച്ച് 18 തവണ പോയ ഒരു ശബരിമല ഭക്തൻ ഇനി ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ സാർ. അപ്പോൾ ഞാൻ ദാസ് ക്യാപിറ്റലിന്റെ വിദ്വാനാവാൻ എനിക്കൊരു ആഗ്രഹമില്ല, താല്പര്യമില്ലെന്ന് കൃത്യമായിട്ട് ഞാൻ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയുന്നു. പക്ഷേ ഞാനൊരു വിശ്വാസിയാണ്. ഞങ്ങളുടെ പാർട്ടിയിൽ എത്രയോ ആയിരക്കണക്കിന് വിശ്വാസികളുണ്ട്. ഈ സംസ്ഥാനത്തിൽ എത്രയോ ലക്ഷക്കണക്കിന് വിശ്വാസികളുണ്ട്. അവരുടെ പേരിൽ ഞങ്ങൾ ഇത് പറയുമ്പോൾ ഇതിനെ കുറച്ചൊരു റെസ്പെക്ട് കൊണ്ട് കാണുക. ഞങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങളൊന്ന് പഠിച്ച് ചെയ്യുക. ഇതിന്റെ മുമ്പ് ചെയ്ത അപമാനങ്ങൾ ഇനിയും ചെയ്യരുത് എന്നാണ് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന. ഇത് പറഞ്ഞ് ഞാൻ വാക്ക് ചുരുക്കുന്നു. ഇനി രാജേട്ടൻ സംസാരിക്കും. താങ്ക് യു. ഈ പമ്പയിൽ നടക്കാൻ പോകുന്ന അയ്യപ്പ സംഗമം സർക്കാരിന്റെ കപടമുഖത്തെയാണ് അനാവരണം ചെയ്യുന്നത്. ശബരിമല ക്ഷേത്രത്തിന് വേണ്ടി, അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടി യാതൊന്നും ചെയ്തിട്ടില്ല എന്ന പച്ചയായ പരമാർത്ഥം എല്ലാ അയ്യപ്പന്മാരിലും വേദന ഉളവാക്കുന്നതാണ്. അവിടെ എത്തുന്ന അയ്യപ്പന്മാർ വെള്ളം കിട്ടാതെ, കിടക്കാൻ നിവൃത്തിയില്ലാതെ, തള്ളലിലും തിക്കിലും തിരക്കിലും പെട്ട് വളരെയേറെ കഷ്ടനഷ്ടങ്ങൾ സഹിക്കുമ്പോൾ അതേക്കുറിച്ചൊന്നും പറയാനോ സംസാരിക്കാനോ പരിഹരിക്കാനോ സർക്കാർ മുതിരാതെയാണ് ഇപ്പോൾ അയ്യപ്പ സംഗമത്തിന് മുതിരുന്നത്. അവിടുത്തെ വികസന കാര്യങ്ങളെക്കുറിച്ച് എത്രയോ കമ്മിറ്റി റിപ്പോർട്ടുകളുണ്ട്, കമ്മീഷനുകളുണ്ട്. അതിനെക്കുറിച്ചൊന്നുമല്ല ഇവിടെ ചർച്ച. ഇവിടെ അയ്യപ്പ സംഗമം എന്ന് പറയുന്ന വൈകാരികമായ ഒരു വിഷയത്തെ ഉയർത്തിപ്പിടിച്ച് വോട്ട് തട്ടിപ്പ് നടത്തി അടുത്ത തെരഞ്ഞെടുപ്പിൽ എങ്ങനെയും അധികാരത്തിലേക്ക് വരണം എന്ന ദുഷ്ടലാക്കാണ് ഇതിന്റെ പിന്നിലുള്ളത്. വളരെ വ്യക്തമാണ്. ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്ട് അനുസരിച്ചാണ് ദേവസ്വം ബോർഡ് രൂപീകരിച്ചിരിക്കുന്നത്. അതൊരു സ്വതന്ത്ര പരമാധികാര സ്ഥാപനമാണ്. അതിൽ യാതൊരു ഇടപെടലുകൾക്കും സാധ്യതയില്ല. നിയമപരമായി അത് ശരിയുമല്ല. പക്ഷെ സർക്കാർ ഇവിടെ ഇടപെടുകയാണ്. എല്ലാം മന്ത്രിയാണ് ചെയ്യുന്നത്. ഇനി മന്ത്രി നാളെ പറയാണ് ശബരിമല ക്ഷേത്രത്തിൽ കൊടിയേറ്റം അത് ഇന്ന തീയതി മതി, നാളെ നട തുറക്കുന്നത് ഒരു രാവിലെ ഒരു 7 മണിക്ക് മതി എന്ന് പറയാൻ തുടങ്ങിയാൽ ഇനി എന്ത് ചെയ്യും? അയ്യപ്പ സംഘമാണെന്ന് അയ്യപ്പന്മാരെയാണ് വിളിച്ചു കൂട്ടുന്നത്. സാധാരണ ഒരു അവലോകന യോഗം നടക്കാറുണ്ട്. അത് ഉദ്യോഗസ്ഥന്മാരുടെ യോഗമാണ്. കാരണം സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനെ കുറിച്ചാണ്. സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് പറ്റിയല്ല ഇവിടുത്തെ പ്രശ്നം.
അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് അയ്യപ്പ ഭക്തന്മാരുടെ സമ്മേളനമാണ്. അത് അയ്യപ്പ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അത് ഒരു മതേതര സർക്കാരിന് അത് നടത്താനുള്ള അധികാരമില്ല. മന്ത്രി എന്ന് പറയുന്നത് MLA വിജയിച്ചു വന്നത് അത് നടത്താനുള്ള മാൻഡേറ്റ് ജനങ്ങൾ കൊടുത്തിട്ടില്ല, മന്ത്രിക്ക് കൊടുത്തിട്ടില്ല. ഒരു മതേതര സർക്കാരിന് ഇതിന്റെ ഭരണം നടത്താനാണ് ആ മന്ത്രിക്ക് അധികാരമുള്ളൂ. പണ്ടുകാലത്തും ദേവസ്വം മന്ത്രിമാരാരും ആ ക്ഷേത്രത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ടിട്ടില്ല. പക്ഷേ ഇപ്പോഴെന്തിനാണ് ഇടപെടുന്നത്? മന്ത്രി തമിഴ്നാട്ടിൽ പോയി ക്ഷണിക്കുന്നു, പത്രസമ്മേളനം നടത്തി അയ്യപ്പ ഭക്ത സംഗമത്തെക്കുറിച്ച് വിശദീകരിക്കുന്നു. അപ്പോൾ അതൊരു ഇടപെടലാണ്. ശബരിമല ക്ഷേത്രത്തിന്റെ ഭരണ നിർവഹണ കാര്യത്തിൽ ഒരു മതേതര സർക്കാരിന്റെ ഇടപെടലാണ്. അത് ശരിയല്ല. അത് ഹൈന്ദവ സമൂഹത്തിന്റെ ആരാധനാ സ്വാതന്ത്ര്യത്തിന്റെ ഒരു ലംഘനമാണ്, ഒരു കടന്നുകയറ്റമാണ്. അവരുടെ മതസ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണ്. ഒരു ക്ഷേത്രത്തിന്റെ ദൈനംദിന സ്വതന്ത്ര ഭരണ നിർവഹണത്തിൽ മതേതര സർക്കാർ ഇടപെടുകയാണ്. ഇതിനെയാണ് ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ ദേവസ്വം ബോർഡിനെ നോക്കുകുത്തിയാക്കി മാറ്റി ശബരിമല ക്ഷേത്രത്തിന്റെ ദൈനംദിന കാര്യങ്ങളിലേക്ക് ഇനി ഓരോന്നോരോന്നായിട്ട് കൈയടക്കി അത് സ്വന്തം സ്ഥാപനമാക്കി, സർക്കാരിന്റെ സ്ഥാപനമാക്കി മാറ്റാൻ പോവുകയാണ്. ഇതിനെയാണ് ചോദ്യം ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, ഇത് ആരാധനയുടെ ഭാഗമാണെന്ന് പറയും. ആരാധനയുടെ ഭാഗമായിട്ട് നടത്തേണ്ടത് സർക്കാരാണ്. അവിടെ മന്ത്രിക്ക് എന്ത് സ്ഥാനം? ആരാധനയുടെ ഭാഗമായിട്ടാണ് തന്ത്രിമുഖ്യനുണ്ട്, പന്തളം കൊട്ടാരമുണ്ട്, അല്ലെങ്കിൽ ഭക്തജന സംഘടനകളുണ്ട്, നിരവധി ആൾക്കാരുണ്ട്, ഗുരുസ്വാമിമാരുണ്ട്, എത്രയോ ആരാധനയുമായി, വിശ്വാസവുമായി, ആചാര അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരൊക്കെ ഉണ്ടല്ലോ. അതിനെല്ലാം മറികടന്ന് അതുമായിട്ടൊന്നും സ്പർശിക്കാതെ ഇവിടെ ഏകപക്ഷീയമായി ഒരു അയ്യപ്പ സംഗമം നടത്തുകയാണ് അവർ. ഇനി വികസനത്തിന് വേണ്ടി കുറെ പണം കിട്ടും എന്ന് പ്രതീക്ഷിച്ചാണെങ്കിൽ അതിനൊക്കെ അവിടെ ക്രമീകരണ പ്രവർത്തനങ്ങളുണ്ട്, വികസന പദ്ധതികൾ ധാരാളമുണ്ട്. എന്താ നടപ്പാക്കാത്തതെന്താ? പദ്ധതി ഇല്ലാഞ്ഞിട്ടാണോ? നടപ്പിലാക്കുന്നതിനെ കുറിച്ച് അവിടെ വ്യവസ്ഥയില്ലാഞ്ഞിട്ടാണോ? എക്കോ സ്മാർട്ട് പദ്ധതി അവിടെയുണ്ട്. അതുപോലെ തന്നെ ഹൈക്കോടതി കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങളുണ്ട്. ഇതേക്കുറിച്ച് അന്വേഷണം നടത്തിയിരിക്കുന്ന ജസ്റ്റിസ് ചന്ദ്രശേഖരൻ കമ്മീഷൻ റിപ്പോർട്ടുണ്ട്. എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ച് വ്യക്തമാണ്. അതങ്ങ് ചെയ്താൽ പോരെ? അതൊന്നും ചെയ്യുന്നില്ലല്ലോ. ചെയ്യാതെ ഇത് ഇങ്ങനെയുള്ള ഇപ്പോൾ തട്ടിക്കൂട്ടി ഒരു വലിയ സമ്മേളനം, ഒരു സംഗമം നടത്തുന്നതിന് പിന്നിലെ ഗൂഢലക്ഷ്യമുണ്ട്. അതിനെയാണ് ചോദ്യം ചെയ്യുന്നത്. അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. കേന്ദ്ര സർക്കാർ 300 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. അതൊന്നും ചെലവാക്കുന്നുമില്ല, പാഴാക്കി കളയുന്നു, ലാപ്സാക്കി കളയുന്നു. അവിടെ പണമില്ലാത്ത പ്രശ്നമില്ല, അവിടെ വികസന പദ്ധതി ഇല്ല, അങ്ങനെ പ്രശ്നമില്ല. വികസന പദ്ധതിയുണ്ട്, പണവുമുണ്ട്, സൗകര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അയ്യപ്പന്മാർക്ക് വേണ്ടി ഒന്നും ചെയ്തു കൊടുക്കില്ല. അവിടെ കുടിക്കാൻ വെള്ളമില്ലാതെ, കഴിക്കാൻ ആഹാരം കിട്ടാതെ, കയറിക്കിടക്കാൻ ഒരു വിരിവെക്കാൻ ഒരു സൗകര്യമില്ലാതെ മണിക്കൂറുകളോളം ക്യൂ നിൽക്കുന്ന അയ്യപ്പ ഭക്തന്മാർ തള്ളലും തിക്കിലും പെരുക്കിലും പെട്ട് കഷ്ടപ്പെടുന്ന അവരുടെ ദുഃഖ സത്യങ്ങൾ, വേദനകൾ, ദുരിതങ്ങൾ, അതിനൊന്നും ആൻസർ ചെയ്യാൻ ഇതേവരെ കഴിയുന്നില്ല. ഇവർക്ക് ആർക്കും കഴിയുന്നില്ല. എത്രയോ വർഷക്കാലം, 10 വർഷമായി ഇപ്പൊ ഭരിക്കുന്നു. എന്താണ് ശബരിമലയ്ക്ക് വേണ്ടി ചെയ്തത്? ഈ പണമൊക്കെ ലാപ്സാക്കി കളയല്ലാതെ എന്ത് ചെയ്തു? ഒരു ലാട്രിനെങ്കിലും കൂടുതലായിട്ട് പണിത് കൊടുത്തു, അല്ലെങ്കിൽ ഒരു 2 വാട്ടർ ടാപ്പെങ്കിലും കൂടുതൽ വെച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇനി ശബരിമല ആചാര സംരക്ഷണത്തിന് വേണ്ടിയാണ് നടത്തുന്നതെങ്കിൽ, അല്ലെങ്കിൽ ആരാധനയുടെ ഭാഗമായിട്ട് നടത്തുന്നതെങ്കിൽ, ഇവിടെ ആരാധനയും ആചാരവും